കണ്ണൂർ ആറളം ഫാമിൽ അവിടെ രണ്ടുപേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വലിയ പ്രതിഷേധം അവിടെ ഇപ്പോൾ ഉയരുകയാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഈ ആംബുലൻസ് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ സജോ? ഉന്മേഷ്, നിലവിൽ നേരത്തെ സബ് കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംഘം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘം ചർച്ച നടത്തി ഏറ്റവും ഒടുവിൽ, അതായത് നാളെ വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം 3 മണിക്ക് ആറളം പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേരും. വനംവകുപ്പ് മന്ത്രി നേരിൽ പങ്കെടുക്കും. അതുപോലെ റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും പട്ടികവർഗ വകുപ്പിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഫാം സന്ദർശിക്കുകയും ചെയ്യും എന്ന ഉറപ്പാണ് നേരത്തെ ഈ ചർച്ചകൾക്ക് ശേഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇവിടെ എത്തി നാട്ടുകാരെ അറിയിച്ചത്. പക്ഷേ നാട്ടുകാർ അതിന് വഴങ്ങാൻ തയ്യാറായില്ല. നേരത്തെ കളക്ടർ ഇവിടെ എത്തിയിരുന്നു. സബ് കളക്ടറോട് നിലവിൽ ഇപ്പോഴും ഈ 2 മൃതദേഹങ്ങളും ഈ ആംബുലൻസിൽ തന്നെയാണ്. നാട്ടുകാർ ആ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധം സബ് കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ നാട്ടുകാർ ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് അവർ പറയുന്ന അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായി ഉറപ്പ് വേണം, അത് എഴുതി നൽകണം. ഇവിടെ നിരവധി ജീവനുകൾ ഇതിനകം പൊലിഞ്ഞു. ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള വെറും വാക്കുകൾ, ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുക, അങ്ങനെ ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും മറികടക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഉറപ്പുകളും ഒന്നും കാര്യമായി ലഭ്യമാകുന്നില്ല. അത് പലതവണ കണ്ടതാണ് എന്നവർ പറയുന്നു. പോലീസുമായി വാക്കുതർക്കമുണ്ടാവുകയും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. ഒടുവിൽ പോലീസ് ഇടപെട്ട് സബ് കളക്ടർ ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. സബ് കളക്ടർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികളടക്കം ചില ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ മടങ്ങിയിട്ടുണ്ട്. അതേസമയം നാട്ടുകാർ ഇവിടെ സംഘടിച്ച് തന്നെ നിൽക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം സംഭവ സ്ഥലത്ത് ഉണ്ട് താനും. ഇതിനിടെ സബ് കളക്ടറെ നാട്ടുകാർ സബ് കളക്ടറുടെ വാഹനം തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ട് ആ വാഹനം ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട്. ഫാമിന് പുറത്തേക്ക് ഇതിനകം സബ് കളക്ടറുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കാട്ടാന ചവിട്ടിക്കൊന്ന 2 വയോധികരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഇവിടെ ആംബുലൻസിൽ തന്നെ, ആറളം ഫാമിന്റെ 13-ാം ബ്ലോക്കിലെ ആംബുലൻസിൽ തന്നെ തുടരുകയാണ് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ പറയുന്ന ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ആനമതിൽ പദ്ധതിയുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഫെൻസിംഗിന്റെ കാര്യം ഉന്നയിക്കുന്നു. അങ്ങനെ പലവിധ സുരക്ഷാ കാര്യങ്ങൾ, RRT സംഘത്തെ കൂടുതൽ അംഗബലമുള്ള മനുഷ്യവിഭവശേഷിയുള്ള ആളുകളെ നിയോഗിക്കുക തുടങ്ങി ഫാമിലുള്ള പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശാശ്വതമായതും തുടർച്ചയുള്ളതുമായ പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ട്. അതല്ലാതെ വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന നിലപാട് ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും സ്വീകരിക്കുകയാണ്. അവർ ഈ ആംബുലൻസുകൾ, അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പരിയാരത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നാളെയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് തുടർന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ച് സംസ്കരിക്കുക എന്നതാണ് തീരുമാനം. പക്ഷേ നാട്ടുകാർ പറയുന്നത് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാ കളക്ടറെ പ്രതിനിധീകരിച്ച് സബ് കളക്ടറാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സബ് കളക്ടർ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ വീതം എന്നത് ആ കുടുംബത്തിന് തന്നെ കൈമാറുക എന്നൊരു തീരുമാനം. മറ്റൊന്ന്, വനം വകുപ്പ് മന്ത്രി 3 മണിക്ക് ഇവിടെ സന്ദർശിക്കുന്നു. അതിനു മുന്നോടിയായി ആറളം പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം, ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം എന്ന നിലയ്ക്ക് തീരുമാനം പറഞ്ഞു. പക്ഷേ ആ കാര്യത്തിൽ ജനങ്ങൾ, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ആത്യന്തികമായി ഒന്നും സംഭവിക്കുകയില്ല. അത് ഇവിടെയുള്ള ആദിവാസി പുനരധിവാസ മേഖലയിലുള്ള ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ശാശ്വതമായ നടപടികൾ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകില്ല എന്ന നിലയ്ക്കുള്ള അവരുടെ പ്രതിഷേധം. അവർക്ക് ഇത്തരം ഉറപ്പുകൾ, ഇത്തരം വാഗ്ദാനങ്ങൾക്കൊന്നും അവർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല എന്നതാണ്. ഇപ്പോഴും ആളുകൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്ത് 2 ആംബുലൻസുകളും ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ആംബുലൻസുകൾ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. പക്ഷേ അപ്പോൾ പോലും 2 മനുഷ്യരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകണം, പിന്നീട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ നടക്കണം. പക്ഷേ ആളുകൾ പറയുന്നത് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കില്ല എന്നാണ്. എന്താണ് ഉറപ്പ്? ആ കാര്യത്തിൽ കാര്യക്ഷമമായ എന്ത് ഉറപ്പ് നൽകാൻ കഴിയും വകുപ്പുകൾക്ക്, പട്ടികവർഗ വകുപ്പിന്, കളക്ടർക്ക്, സർക്കാരിന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതിനിടെ മന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രത്യേകമായ പരിഗണന ഉണ്ടാകും എന്ന ഉറപ്പൊക്കെ നൽകിയിരുന്നുവെങ്കിൽ പോലും അതിനൊന്നും നാട്ടുകാർ മുഖവിലക്കെടുത്തില്ല. എന്ന് മാത്രമല്ല,
സബ് കളക്ടർ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ഇവിടെയുള്ള നാട്ടുകാർ ഈ മൃതദേഹങ്ങൾ ഒന്ന് കാണൂ എന്ന് നിർബന്ധിക്കുകയും പിന്നീട് സബ് കളക്ടർ മൃതദേഹങ്ങൾ കാണുകയും ചെയ്തു. അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത്യന്തം ദാരുണമായ സാഹചര്യമാണ് എന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം അവർ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട്. മൃതദേഹങ്ങൾ ആ അവസ്ഥയിലാണുള്ളത്. അത് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് കാണൂ, ഈ അവസ്ഥ കാണൂ. ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യർ അവരുടെ പറമ്പിൽ കശുവണ്ടി ശേഖരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇത്തരം ഒരു തൊഴിലെടുക്കുന്ന ഘട്ടത്തിൽ ആണ് അവർ ഈ ഫാമിനകത്ത് തന്നെ, വനമേഖലയിലൊന്നുമല്ല, ഫാമിനകത്ത്. ഫാം എന്ന് പറയുമ്പോൾ തന്നെ അത് പുനരധിവാസ മേഖലയിലാണ്. പതിച്ചു നൽകിയതാണ് 3500 ഏക്കർ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എന്നത് കാണണം. പതിറ്റാണ്ട് പിന്നിട്ടു ഇതിനകം ആ പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കിയിട്ട്. അത്തരമൊരു മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ, ഫാമിനകത്ത് തന്നെ 50-ലധികം കാട്ടാനകൾ തുടർച്ചയായി തമ്പടിക്കുന്നുണ്ട്. നേരം അല്പം ഇരുണ്ടാൽ, പക്ഷേ ഈ കേസിൽ സംഭവിച്ചത് പകൽ വെളിച്ചത്തിലാണ്. നേരെ അല്പം ഇരുണ്ടാൽ ഒട്ടും പുറത്തിറങ്ങാൻ കഴിയുകയില്ല. ഈ കാര്യത്തിലാണെങ്കിൽ പകൽ വെളിച്ചത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അത്തരം ദുരന്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിന് കൂട്ടാക്കാതിരുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സബ് കളക്ടറുടെ വാഹനമടക്കം തടഞ്ഞുവെച്ചു. പിന്നീടും വലിയ പ്രതിഷേധമുണ്ടായി. പോലീസ് കാര്യമായി ഇടപെട്ടാണ്, ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കടത്തിവിട്ടത്. മറ്റൊരു ജനകീയ പ്രതിഷേധം കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. UDF-ഉം BJP-യും ആറളം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കൂടുതൽ ചർച്ചകളിലൂടെയും മറ്റും ആളുകളെ കേൾക്കുകയും എന്തെല്ലാം കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാൻ കഴിയും അവയെല്ലാം ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുൾപ്പെടെ ഈ ചർച്ചയുടെ ഭാഗമായി നേരിൽ അവരെ അറിയിക്കുകയും ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഉദ്യോഗസ്ഥരടക്കം ജനപ്രതിനിധികളും മറ്റും പോയാണ് ആറളം പോലീസ് സ്റ്റേഷനിൽ, കീഴ്പള്ളിയിലെ ആറളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. അതായത് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്താണ്, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നാളെ സർവകക്ഷി യോഗം ആറളം പഞ്ചായത്ത് ഓഫീസിൽ ചേരുന്നത്. അവിടെ സമഗ്രമായ ഈ വിഷയങ്ങൾ, അതായത് ഇവിടുത്തെ വന്യമൃഗശല്യം, ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത പ്രശ്നം, തുടർച്ചയാകുണ്ടാകുന്ന കാട്ടാനശല്യം, ഇവിടെ നിന്ന് ആനകളെ വനത്തിലേക്ക് തുരത്തുക, ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക, കൂടുതൽ ഫെൻസിംഗ് ഉറപ്പാക്കുക തുടങ്ങി ആളുകൾക്ക് ഇവിടെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക്, അത്തരം ചർച്ചകളിലേക്ക് പോകാം. വനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നു എന്ന ഉറപ്പുകളൊക്കെയാണ് ആളുകൾക്ക് നൽകിയത്. പക്ഷെ അതിൽ അവർ സംതൃപ്തരായിരുന്നില്ല. കാരണം അവർ പല ദാരുണ സംഭവങ്ങളും ഇതിനകം തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നതാണ്. ഒപ്പം ഇതൊരു പുനരധിവാസ മേഖലയാണ്, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണെന്ന കാര്യവുമുണ്ട്. ഇപ്പോഴും ഈ ആംബുലൻസുകൾ ഇവിടെ നിന്ന് നാട്ടുകാർ വിട്ടു നൽകിയിട്ടില്ല. അതായത് മൃതദേഹങ്ങൾ ആ ആംബുലൻസിൽ തന്നെയുണ്ട്. ആംബുലൻസ് വിട്ടു നൽകിയാൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോഴും ആളുകൾ തമ്പടിച്ചവരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഏതായാലും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പോലീസ് സംഘം ഇവിടെ തുടരുന്നുണ്ട്. ശരി സജോയിലേക്ക് തന്നെ എത്താം. വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണ്.